ഓഗസ്റ്റ് 1-ാം തീയതി നേരം പുലർന്നത് വലിയൊരു പ്രളയവുമായാണ്. എന്നാൽ 1-ാം തീയതി രാത്രിയോടുകൂടെ വെള്ളം ഇറങ്ങി തുടങ്ങിയതിന് ശേഷം 2-ാം തീയതി അതിരാവിലെ ആരംഭിച്ച ക്ലീനിങ് പരിപാടിയാണ്. നമ്മുടെ ടൗണും ബസ് സ്റ്റാൻഡ് പരിസരങ്ങളടക്കം ഇവിടെ നമുക്കറിയാം എട്ടിയപ്പാറ പോലെ ഏറ്റവും അധികം ഏതാണ്ട് 500-ലധികം വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഉള്ള ഒരു ഇടമാണ്. ബസ്സുകൾ വന്നു പോകുന്ന ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു പൊതുവിടം എന്ന നിലയിൽ വെള്ളം പൊങ്ങിയുണ്ടായ മാലിന്യങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ഹരിതകർമ്മസേന അംഗങ്ങളുടെയും ഒക്കെ സഹകരണത്തോടെ 2-ാം തീയതി 3-ാം തീയതിയുമായി ആദ്യഘട്ടത്തിൽ ഇത് മാലിന്യ നീക്കം പൂർണ്ണമായും ഞങ്ങൾ നീക്കം ചെയ്തു. അതിനുശേഷം വീണ്ടും പല വ്യാപാര സ്ഥാപനങ്ങൾക്കും ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് അവർക്ക് വെള്ളം കയറിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ താമസമെടുത്തു. ആ മാലിന്യങ്ങൾ വീണ്ടും അവർ ഈ റോഡിലേക്ക് ഇറക്കി വെച്ചപ്പോൾ അത് ഞങ്ങൾ അവർക്ക് അറിയിപ്പ് കൊടുത്ത് ഇന്നലെ രാവിലെ മുതൽ വീണ്ടും 3-ാം ഘട്ട ക്ലീനിങ് ആരംഭിച്ചതാണ്. ഏതാണ്ട് 1500 ടണ്ണോളം മാലിന്യം ഈ 7 ദിവസം കൊണ്ട് നമ്മൾ നീക്കം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച മാലിന്യ നീക്കം ഇന്നും രാവിലെ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ നമുക്കറിയാം നമ്മുടെ എട്ടിയപ്പാറ ധാരാളം വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ധാരാളം ആൾക്കാർ വന്നു പോകുന്ന ഒരിടമാണ് എട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടുന്ന പ്രദേശം. അവിടുത്തെ 1-ാം തീയതി അവസ്ഥ എന്താണെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നാലും എല്ലാവരുടെയും പഞ്ചായത്തിൻ്റെ മൊത്തത്തിലുള്ള കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിച്ചു. ഇപ്പോഴും ഇതുപോലെ കടകളിൽ നിന്നൊക്കെ വേസ്റ്റുകൾ നമ്മൾ നീക്കം ചെയ്യുന്നുണ്ട്. കടയുടമകളോട് നല്ല രീതിയിൽ സഹകരിച്ച് അവർക്കും നമുക്കറിയാം അവരെ ഓണക്കാലമൊക്കെ ആയിരുന്നു, കൂടുതൽ സാധനങ്ങളൊക്കെ തന്നെ അവരെല്ലാം ശേഖരിച്ച് വെച്ചിരുന്നു. ഒരു വലിയ നഷ്ടമാണ് വ്യാപാരികൾക്കൊക്കെ ഉണ്ടായിരിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റുന്നത് ഞങ്ങളുടെ HI-ആണ്. ഞങ്ങളെ 24 പേരെ നയിക്കുന്ന ഞങ്ങളുടെ HI-ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ വെള്ളം കയറി അന്ന് തൊട്ട് ഈ നിമിഷം വരെ എനിക്ക് തോന്നുന്നു ഊണും ഉറക്കം ഒന്നുമില്ലാതെ ഞങ്ങളോടൊത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രസിഡന്റ്, HI, ഞങ്ങളുടെ മെമ്പർമാർ 17 മെമ്പർമാരുണ്ട്. പക്ഷേ ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന 7 മെമ്പർമാരാണ്. എല്ലാവരും പ്രവർത്തിക്കുന്നു. പക്ഷേ ഞങ്ങൾ അന്ന് തൊട്ട് ഈ നിമിഷം വരെ കാണുന്ന കുറച്ച് മെമ്പർ, ഞങ്ങളുടെ AS, അങ്ങനെ പഞ്ചായത്തിലെ എല്ലാ പ്രതിനിധികളും ഞങ്ങളോടൊത്ത് കഷ്ടപ്പെടുന്നുണ്ട്.